സമീനൽ കലാം, അവന്റെ സംസാരം പരുക്കമായ സംസാരമായിരിക്കും, ആരോടും ഇല്ലാത്ത സംസാരമായിരിക്കും, ആരോടും കത്തിക്കയറി സംസാരിക്കുന്ന ബഹുതമായിരിക്കും, എവിടെ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തവനായിരിക്കും. അവന്റെ ഹൃദയമാണ് കാഠിന്യതയുടെ ഹൃദയമെന്ന് ബഹുമാനപ്പെട്ട ഇമാമോട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നാട്ടിൽ മുഴുവൻ ഇടങ്ങേറുണ്ടാക്കുന്നവനാ. ഒരു നാട്ടില് മുഴുവൻ ഇടങ്ങേറാ, മഹലില് മുഴുവൻ ഇടങ്ങേറാ, പള്ളിയിലെ ഇമാമിന് പോലും ഇടങ്ങേറുണ്ടാക്കുന്നവനാ. അത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്നവനാണ്, ഹൃദയം കാഠിന്യതയുള്ളെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനായ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ജനങ്ങൾ വിചാരിക്കും ഇവനൊന്നും മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ജനങ്ങൾ വിചാരിക്കും. അവന്റെ അപകൃതം കണ്ടുകൊണ്ട് നാട്ടില് മുഴുവൻ ഫിത്ന, പള്ളിയിൽ മുഴുവൻ ഫിത്ന, ജനങ്ങളുടെ മുഴുവൻ ഫിത്ന, അവൻ എവിടെ പോയാലും പ്രശ്നമാണ്. നേരെ ചെറിയൊരു മനുഷ്യന് നല്ലതുപോലെ ചിരിച്ചോണ്ട് സംസാരിക്കാൻ അവനോടാ. അവൻ വാ തുറക്കുകയാണെങ്കിൽ ജനങ്ങളെ പറ്റി അപരാധം പറയാൻ, പ്രസാദ് പറയാൻ, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നവൻ അങ്ങനത്തവനാണ്. ഹൃദയം കാഠിന്യതയുള്ളതെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇതൊക്കെയാണ് അവന്റെ ബോധം. ഒരു മനുഷ്യന്റെ ഹൃദയം കാഠിന്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവന്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകും, അവന്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകും, അവന്റെ നടത്തം കാണുമ്പോൾ മനസ്സിലാകും, അവന്റെ അഹംഭാവം കാണുമ്പോൾ മനസ്സിലാകും. ഇവനാണ് നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഇവന്റെ ഹൃദയത്തിൽ ഒരു കരുണയുടെ ഒരു അംശം പോലും പോയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അവനെ കൊണ്ട് ജനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന് വേണ്ടി 1000 റക്അത്ത് നമസ്കരിക്കുന്നവനായാലും ശരി തന്നെ, അവനെ കൊണ്ട് ഒരു മനുഷ്യൻ ഇടങ്ങേറിലായി കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, അവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, അവന്റെ തസ്ബീഹ് അല്ലാഹുവിന് വേണ്ട, അവന്റെ ഒരു അമലും അല്ലാഹുവിന് വേണ്ട. അവൻ കാരണം ഒരു മനുഷ്യൻ ഇടങ്ങേറി